US വിപണിയെ സംബന്ധിച്ച് ഡൗ ജോൺസ് ഒരു ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. S&P 500 നാസ്ഡാക്കും ഒരു നേട്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്നലെ നമ്മൾ ട്രേഡിംഗ് അമേരിക്കൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു നേരിയ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 18,058 18,050 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 17,600 പോയിന്റ് ആയിരിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയുണ്ടായി. ബട്ട് ദ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 39,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് 83.36 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഒത്തിരി ദിവസമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന WTI ക്രൂഡിന്റെ കേസിൽ $79.80 റെസിസ്റ്റൻസ്. ആൻഡ് ഇന്നലെ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പോഴേക്ക് $78.52 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ പൂർണ്ണമായിട്ടും ക്രൂഡിന്റെ കേസിലെ ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ WTI ക്രൂഡ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $79.80 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതോടൊപ്പം ഗോൾഡിനെ സംബന്ധിച്ച് ഔൺസിന് 2031.3 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കേസിൽ ഒരേ ഒരു ലെവലെ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, ദാറ്റ് ഇസ് 2040. സോ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളും ആയിട്ട് ഈ $240 ഗോൾഡ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടാതെ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു ട്രേഡിംഗ് ഹൗസിനും ലഭിക്കത്തില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് ആയിട്ടുള്ള $2,000 തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ സ്വർണത്തിന്റെ കേസിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ആഭ്യന്തര വിപണിയിലെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് 76 പോയിന്റിന്റെ ഒരു മുന്നേറ്റമായിരുന്നു അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവസാന നിമിഷങ്ങളിലാണ് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. 22,198 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 22,100 കൈവിട്ടുകൊണ്ട് 22,085 എന്നുള്ളൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ നിന്ന് 22,218 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ 2 ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ 22,150 ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ആ ഒരു ലെവലില് കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ലഭിക്കണമെങ്കിൽ 22,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 11 പോയിന്റോളം മുന്നേറ്റമാണ് അവസാന നിമിഷങ്ങളിൽ പ്രകടമാക്കിയത്. 46,588 എന്നുള്ള റേഞ്ചിലെ വ്യാപാരം അവസാനിപ്പിച്ചു. തുടക്ക വ്യാപാരത്തിൽ ഒരു ഇടിവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിലും ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 46,722 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 46,324 എന്നുള്ള റേഞ്ചിലേക്ക് ആദ്യ നിമിഷങ്ങളിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അവസാനം 46,588 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്.
ഡിസംബർ മാസത്തിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 1.5 മാസമായിട്ട് വി ഹവ് സീൻ എ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ. അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിന്റെ ഒരു അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഈ ഒരു സ്റ്റേജിൽ എടുക്കാൻ ശ്രമിക്കരുത്. 46,900 പോയിന്റ് 46,900 ആയിരിക്കണം നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നിഫ്റ്റി ബാങ്കിങ് ഹെവി വെയ്റ്റ്സിൽ തീർച്ചയായിട്ടും നമുക്ക് ബൈയിങ് അവസരം ലഭിക്കും. ഇതിൽ വീണ്ടും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ടത് HDFC ബാങ്ക് തന്നെ ആയിരിക്കണം. 1442 രൂപയിലെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 1520 അതിനെ തുടർന്ന് 1560 ആയിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും കഴിഞ്ഞ 4 സെഷൻസിൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ 765 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആസ് എ റെസിസ്റ്റൻസ്. കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ TCSനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള UBS ഒക്കെ തന്നെ TCSൽ മുന്നോട്ടേക്ക് വളരെയധികം ഒരു പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ തന്നെ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയതിന് പിന്നാലെ TCSന്റെ പ്രകടനത്തിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അവസാന നിമിഷങ്ങളിൽ TCS ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 3% ഉയർന്ന 4102 എന്നുള്ള ഒരു റേഞ്ചിലാണ് TCSന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. TCS കൈവശമുള്ള ഒരു നിക്ഷേപകൻ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? TCSന്റെ മുന്നോട്ടേക്കുള്ള ഒരു ട്രെൻഡിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? TCSന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് നമുക്ക് TCSന്റെ കേസിൽ ഒരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. ആൻഡ് ഇന്നലത്തെ ആ ഒരു ശക്തമായ ക്ലോസിനെ തുടർന്ന് കറക്ഷൻ ഇസ് ഓവർ. സോ കറന്റ് ലെവൽസിൽ നിന്നും നമ്മൾ നോക്കുമ്പോഴേക്കും 4200 പോയിന്റ്സിന്റെ ഫസ്റ്റ് ഹേർഡിൽ ടു ക്രോസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 200 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് TCSന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ച് QIP വഴി ഫണ്ട് സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000 കോടി രൂപയാണ് ഇത്തരത്തിൽ അവർ QIP വഴി സമാഹരിച്ചിരുന്നത്. സൊസൈറ്റി ജനറൽ, മോർഗൻ സ്റ്റാൻലി, BNP പാരിബാസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ് ഓഹരികൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരി ഒന്നിന് 135 രൂപ 65 പൈസ എന്നുള്ളൊരു നിരക്കിലായിരുന്നു അനുവദിച്ച് നൽകിയത്. ഏകദേശം 142 രൂപയായിരുന്നു ഫ്ലോർ പ്രൈസ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഏകദേശം 5% അടുത്ത ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 0.82% ഒരു ഇടിവോടുകൂടി 145 രൂപ 95 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അണ്ടർടോൺ ഇൻ യൂണിയൻ ബാങ്ക് ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. അതിലൊരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞൊരു 2 ആഴ്ചകളായിട്ട് 150-160 റേഞ്ചിൽ ഇതൊരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് 155-160 റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഒരു ബൈങ് അവസരം ട്രേഡിങ്ങിന് വേണ്ടി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം IREDAയുടെ ഓഹരികളെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അതിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 2% ഒരു നേട്ടത്തിലാണ് അവസാന നിമിഷത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഏകദേശം 5 കോടി ഓഹരികളുടെ ഒരു കൈമാറ്റമാണ് നടന്നത്. 767 കോടി രൂപയോളം ഒരു ഇടപാട് മൂല്യമായിരുന്നു ഇന്നലത്തെ ആ ഒരു ബ്ലോക്ക് ഡീലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ബ്ലോക്ക് ഡീൽ നടന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു അപ്പർ സർക്യൂട്ടിലേക്ക് ഉയർന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാന നിമിഷത്തിൽ 3% നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? IREDA അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 214 രൂപയിൽ. അതിനുശേഷം വി ഹാവ് ബീൻ സീയിങ് കണ്ടിന്യൂസ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് സ്റ്റോക്ക് ഒരു 140-150 ആ ഒരു റേഞ്ചിൽ ഒരു
ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ബോട്ടം സ്ഥാപിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെന്റ്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സൈഡസ് ലൈഫ് സയൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം അറിയിച്ചിരുന്നു. ഏകദേശം 600 കോടി രൂപയുടെ ഓഹരികൾ തിരികെ വാങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 29-നായിരിക്കും ഈ ഒരു ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരംഭിക്കുക. ഒപ്പം തന്നെ മാർച്ച് 6-നായിരിക്കും ഈ ബൈബാക്കിന്റെ അവസാനിക്കുന്നത്. ഏകദേശം ടെൻഡർ റൂട്ട് വഴിയായിരിക്കും ഇത്തരത്തിൽ ഓഹരികൾ തിരികെ വാങ്ങുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓഹരി ഒന്നിന് 1005 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ അവർ ബൈബാക്ക് ചെയ്യാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് പരിശോധിച്ചാൽ 0.33% നേട്ടത്തിൽ 945 രൂപ 70 പൈസ എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൈഡസ് ലൈഫ് സയൻസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? സൈഡസ് ലൈഫ് സയൻസിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് കഴിഞ്ഞ നവംബർ മാസത്തിൽ 580 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷനും കണ്ടിട്ടില്ല. സോ ഇന്നലത്തെ വ്യാപാരത്തിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത് 960 രൂപയില്ല. ആൻഡ് തീർച്ചയായിട്ടും ഇവരൊരു ബൈബാക്ക് ഇത്രയും ഹൈ പ്രൈസിൽ നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് യുനോ വാട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ഷെയർസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൈബാക്കിൽ പങ്കെടുക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഡർ പ്രൈസ് കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ നല്ലൊരു ഹൈ പ്രീമിയത്തിൽ അവർ ബൈബാക്ക് ഓഫർ ചെയ്യുന്നത്. സോ നാച്ചുറലി അതിൽ പങ്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 880 റുപ്പീസ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം കഴിഞ്ഞ ദിവസം 2023-24 സാമ്പത്തിക വർഷത്തിലേക്കുള്ള രണ്ടാമത്തെ ഒരു ഇടക്കാല ലാഭവിഹിതം FMCG കമ്പനി ആയിട്ടുള്ള മരീക്കോ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 6-നാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അഡീഷണൽ ഡയറക്ടറുടെ സ്ഥാനത്തേക്ക് നിഖിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടും ബോർഡ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. 6 രൂപ എന്നുള്ള റേഞ്ചിലായിരുന്നു ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മരീക്കോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു നേരിയ ഇടിവിലായിരുന്നു അവസാന നിമിഷം വ്യാപാരം അവസാനിപ്പിച്ചത്. 522 രൂപ 35 പൈസ എന്ന റേഞ്ചിലാണ് മരീക്കോയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മരീക്കോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? മാരിക്കോ നമ്മൾ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അതൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം എന്ന് പറയുന്നത് 510 രൂപയിലും മേജർ റെസിസ്റ്റൻസ് 560 രൂപയിലും. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പൊ തന്നെ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഒരു പക്ഷെ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് വോഡഫോൺ ഐഡിയ തന്നെയായിരിക്കും. അവർ ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം കഴിഞ്ഞ ദിവസത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 45,000 കോടി രൂപയോളം ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വോഡഫോൺ ഐഡിയയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 4% ഇടിവോടുകൂടി 16 രൂപ 10 പൈസ എന്ന റേഞ്ചിലാണ് വോഡഫോൺ ഐഡിയ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വോഡഫോൺ ഐഡിയ കൈവശമുള്ള ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? വോഡഫോൺ ഐഡിയയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ബട്ട് ഈ കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. സോ സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 18-19 രൂപയുടെ റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മേജർ ഒരു സപ്പോർട്ട് കാണുന്നത് 14 രൂപയില്ല. ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 14 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം തന്നെ പ്രേക്ഷകരും ധാരാളം ക്വറീസ് ചോദിക്കുന്നുണ്ട്. അവരുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷക പ്രിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് RVNL-മായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ്. സോ RVNL-ന്റെ കേസ് എടുക്കുമ്പോഴേക്കും
ഈ വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത് 345 രൂപയിൽ. അതിനുശേഷം നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വെരി ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുന്നത് 282 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ആ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 40 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 218 രൂപയായിരിക്കും. ഒപ്പം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് രാജേഷ് എക്സ്പോർട്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% ഇടിവോടുകൂടി 322 രൂപ 95 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ വോഡഫോണിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ രാജേഷ് എക്സ്പോർട്സിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഈ സ്റ്റോക്ക് കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് മൊമെന്റ് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3-4 വർഷത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിങ്ങോ ഇൻവെസ്റ്റിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്റ്റോക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വേൾപൂളിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.33% ഉയരാൻ വേണ്ടി സാധിച്ചിരുന്നു. അവസാന നിമിഷത്തിൽ 1264 രൂപ 95 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്തിടെ ഇതിന്റെ ഒരു പ്രൊമോട്ടർ വലിയൊരു സ്റ്റേക്ക് വിൽക്കാനിടയായി. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ വീണ്ടും ഒരു കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ ഇടയായിരുന്നു. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം കമ്പനിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്ക് 1190 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അങ്ങനെ നമ്മുടെ കൈവശം ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മുഖ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 1400, അതിനെ തുടർന്ന് 1500 രൂപയുടെ. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ച ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സോന BLW പ്രസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഒരു മുന്നേറ്റമാണ് അവസാന നിമിഷം രേഖപ്പെടുത്തിയത്. 686 രൂപ 65 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോണ BLW is a mid cap stock. ആൻഡ് ഈ ഒരു കമ്പനി 2021 ജൂൺ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 5-8 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഐ തിങ്ക് ദ സ്റ്റോക്ക് പുതിയൊരു 52 വീക്ക് ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 840 റുപ്പീസ്. മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് വരും മാസങ്ങളിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കറന്റ് ഹൈ ലെവൽസിൽ ഐ ഡോണ്ട് അഡ്വൈസ് എ ന്യൂ ലോങ് പൊസിഷൻ. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം സെബിൻ എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിൽ 471 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഡെലിവറി ഞാൻ വന്നിട്ട് ഒരു ടേൺ അറൗണ്ട് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനി പതുക്കെ പ്രോഫിറ്റബിലിറ്റിയിലോട്ട് വന്നുകൊണ്ടായിരിക്കുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിൽ നിന്നും വീണ്ടും ഓൾമോസ്റ്റ് ഒരു 50 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം നൌഷാദ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യൂണിടെക് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 13 രൂപ 40 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണ്. യൂണിടെക് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസിക് മാനിപ്പുലേറ്റഡ് സ്റ്റോക്ക്. സോ ഈ ഒരു സ്റ്റോക്ക് 2023 മുതൽ വീണ്ടും ഒത്തിരി മാനിപ്പുലേഷനിൽ
പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്. വെറും 2 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 20 രൂപ വരെ മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നേറിയിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് വീണ്ടും കനത്ത സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ കമ്പനിക്ക് ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെ കാര്യമായിട്ടില്ല. സോ ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. സോ ഇസാഫ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇസാഫ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് വീണ്ടും അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ലോ ലെവലായ 62 രൂപയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 62 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാം. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലഭിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രഷർ അവസാനിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ സ്റ്റോക്ക് 67 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.24% ഇടിവിൽ 1462 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് ഈ സ്റ്റോക്കില് തിരിച്ചൊരു ബൈയിങ് മൊമെന്റം വരുന്നെങ്കിൽ 3100 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജീസ്, ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ ടെക്നോളജീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. സോ ടാറ്റ ടെക്നോളജി നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഈ സ്റ്റോക്കില് നമ്മൾ ഒത്തിരി സെല്ലിംഗ് കാണാൻ ഇടയായി. ആൻഡ് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ നമ്മളൊരു നല്ല ഒരു ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. ആ ഒരു ലോവസ്റ്റ് ലെവൽ അതേ ദിവസമായിരുന്നു ഫോം ചെയ്ത് 1071 രൂപയിൽ. സോ ഇന്നലത്തെ വ്യാപാരത്തിൽ നമ്മൾ കണ്ടത് തിരിച്ച സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ട് ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 1069 റുപ്പീസ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 1120 രൂപ. ഇന്നത്തെ ട്രേഡിംഗിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അപ്പൊ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും തിരിച്ച് ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന്. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് KRBL ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% ഇടിവായിരുന്നു ഈ ഓഹരി പ്രകടമാക്കിയത്. 329 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. KRBLന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് വെരി മച്ച് ബെയറിഷ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 2-3 സെഷൻസ് ആയിട്ട് നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയായി. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പുതിയ ലോങ് പൊസിഷൻ എടുക്കാതെ ഇരിക്കുക. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 28 രൂപയാണ്. ജോർജ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ മിർസ ഇന്റർനാഷണൽ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1.5% ഇടിവാണ് പ്രകടമാക്കിയത്. 49 രൂപ 10 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ മിർസയുടെ ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ അതിനെ തുടർന്ന് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ സ്റ്റോക്കിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. യെസ്, ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വരീസ് ചോദിക്കുന്നുണ്ട്. അവസാനമായിട്ട് സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സിലുള്ള സാറിന്റെ റിവ്യൂ കൂടി ഷെയർ ചെയ്യാമോ? സോ ഈ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഡിസംബർ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് 340-390 ആ ഒരു റേഞ്ചിലാണ്.
നമുക്കൊരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 390 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ.